ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബീഡ് എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ. അതും നമ്മളൊരു നെക്കിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നെക്ക് ഡിസൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തമേഹ ഡിസൈൻസിൻ്റെ ഒരു ഇൻസ്പയർഡ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു പാറ്റേണിൽ കണ്ട പോലെ തന്നെയാണ് നമ്മൾ നെക്ക് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു നെക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാർക്കിങ്ങിനുള്ളിൽ, അതായത് നമുക്ക് വരുന്ന അത്ര സ്പേസിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു പേൾ ബീഡ് വർക്കാണ് വരുന്നത്. നമ്മൾ ആ ഒരു പേൾ ബീഡ് വരുന്നതാണ് നമ്മളിങ്ങനെ റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ പേൾ ബീഡിൻ്റെ ചുറ്റും ഇതേപോലെ നമ്മളൊരു സ്ക്വയർ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഷുഗർ ബീഡ്സുമാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പം എല്ലാ പേൾ ബീഡ്സിൻ്റെയും, അതായത് നമ്മൾ 2 സൈസിലുള്ള പേൾ ബീഡ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വലിയ പേൾ ബീഡാണ് ഈ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ പോണേ. അതിന് ചുറ്റുമാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ മാർക്കിങ് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതും, അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു വർക്കാണിത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ അതായത് കുറച്ച് വലിയ ഒരു ബീഡ് വെച്ച് കൊടുക്കുന്നിടത്ത്, അതായത് നമ്മൾ സെൻറ്ററിലെല്ലാം വലിയ ബീഡാണ് വെച്ച് കൊടുക്കണേ. ആ വലിയ ബീഡിന് ചുറ്റും ഇതേപോലെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പാണ്. അപ്പം നമ്മളത് വരയ്ക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെയാണ് വരച്ച് കൊടുക്കേണ്ടത്, ആ ഒരു സ്ക്വയർ ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ. അതിനുശേഷം അതിന് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ കുറച്ചുകൂടി ചെറിയ പേൾ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ. ഇതേപോലെ നമ്മൾ ആ ഒരു ഷോൾഡർ ടു നെക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2 സൈസിലുള്ള പേൾ ബീഡാണ് എടുത്തേക്കണേ. കുറച്ച് വലിയ ഒരു പേൾ ബീഡും അതിനേക്കാൾ കുറച്ച് ചെറിയ ഒരു പേൾ ബീഡും, ഇങ്ങനെയാണ് നമ്മൾ ബീഡ് എടുത്തേക്കണേ. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന സെയിം വൈറ്റ് കളർ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ബീഡ്സ് എംബ്രോയ്ഡറി ആയതുകൊണ്ട് നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12ഉം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ സെൻറ്ററിൽ നമ്മൾ വലിയ പേൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബീഡ്സിനൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് ആ സൈസ് പറഞ്ഞാൽ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ പേൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും തന്നെ പറയാറുണ്ട്, നമ്മളിതുപോലെ പേൾ ബീഡ്സ് വെക്കുമ്പോൾ 2 തവണ സ്റ്റിക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ 2 അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 തവണ വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു ബീഡ് അവിടെ വെച്ചേക്കുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അനങ്ങാതെ സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആ കൊടുത്തേക്കുന്ന എല്ലാ പേൾ ബീഡ്സിൻ്റെ വർക്കിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ലെയർ കവർ ചെയ്യാൻ പോവുകയാണ്, പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ലെയർ 2 ബീഡ്സ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതൊരു കറക്റ്റ് ഒരേ ഷേപ്പ് വരാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ലെയറാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് നമ്മൾ ഒന്നിച്ച് തന്നെ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കോർത്തപ്പോൾ എനിക്കൊരു 5 ബീഡ് മതിയാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വെക്കുന്ന ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ആ ഒരു അതായത് സ്ക്വയറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ ഷുഗർ ബീഡ്സിൻ്റെ എണ്ണം കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്ന് നിലനിർത്തിയാൽ മതി. ഒന്നിച്ച് തന്നെ ബീഡ്സ് കോർത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഷുഗർ ബീഡ് ആയതുകൊണ്ട്. അതിനുശേഷം ഇതുപോലെ തയ്ച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു രീതിയിൽ 4 സൈഡുകളും തയ്ച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ആ ഒരു വെച്ചേക്കുന്ന പേൾ ബീഡിനോട് ചേർന്ന് തന്നെ വരുന്ന രീതിയിൽ ഇതേ രീതിക്ക് 4 സൈഡുകളും കവർ ചെയ്ത് കൊടുക്കുക. ഷുഗർ ബീഡ്സ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കല്ലേ. അതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന വർക്കുകളൊക്കെ ആരി വർക്കാണ്. അപ്പോൾ എന്നോട് ആരി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് സിമ്പിളാണോ അതേ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ആരി സൂചി കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഒരു നീഡിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആരും നീഡിലുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്ന് സമയം കണ്ടെത്തി കുറേ തവണയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫെയറായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ അടുത്തതും നമ്മൾ ആ ഒരു ഡയമണ്ട് ഷേപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വീണ്ടും വലിയ പേൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീഡ് വെച്ചതിന് ശേഷം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നിങ്ങൾ ആ പാറ്റേൺ വരച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ പേൾ ബീഡ്സ് വെക്കുമ്പോൾ 2 തവണ തന്നെ സ്റ്റിക്ക് ചെയ്യണം. 2 അല്ലെങ്കിൽ 3 തവണ കൊടുത്താലും ഒരു കുഴപ്പമില്ല, അത് കൂടുതൽ സെക്യൂർ ആയിട്ട് ഇരിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ ഒരു വൈറ്റ് ബീഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളറിൽ വേണേലും ഇത് ചെയ്യാനായിട്ടും പറ്റും. നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് എന്ന് പറയുന്നത് എല്ലാ കളറിനോടും സൂട്ട് ചെയ്ത് പോകുന്ന ഒരു കളറാണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും ബീഡ്സിൻ്റെ കളറിലുള്ള ബീഡ്സ് വെച്ച് വേണമെങ്കിലും അതും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു 2 എണ്ണത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഒന്നുമില്ലേ, അവിടെ നമ്മൾ ചെറിയ പേൾ ബീഡ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നെക്കിൽ മാത്രം വരുന്ന ഒരു എംബ്രോയ്ഡറി ആയതുകൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും നോർമൽ നീഡിലുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സെൻട്രൽ ഗ്യാപ്പ് വന്നിടത്ത് നമ്മൾ കുറച്ച് ചെറിയ പേൾ ബീഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഏത് പേൾ ബീഡ് ആണെങ്കിലും 2 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 സൈഡുകളിലേക്കും പിന്നെ ഒരേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പം ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ഇതുപോലെ ചെറിയ പേൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ഇതേപോലെ നമ്മുടെ വലിയ ബീഡ് വെച്ചിട്ട് പിന്നെ ചുറ്റും ആ ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ ആ ഒരു ഷുഗർ ബീഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ബൊട്ടീക്ക് നടത്തുന്നവരൊക്കെ ഉണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ വീഡിയോസിൻ്റെ ലാസ്റ്റിൽ അവരൊക്കെ ചെയ്ത കുറേ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ചെയ്തു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഫോട്ടോസ് അയച്ചു തരാം. ഞാൻ തീർച്ചയായിട്ടും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്